ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മുടെ ഈ ഒരു ഡിഷീഡിയാണ് കേട്ടോ. ഡിഷീഡിയ ഏകദേശം ഒരു 6-7 വർഷമായിട്ടത് ചെറിയൊരു കമ്പ് വെച്ചതിന് ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഞാനിതുപോലെ ഒരു മൺചട്ടിയിലാണിത് വെച്ചത്. ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ഈ ചട്ടീൻ്റെ പുറത്തായിട്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നൊരു സൈഡിലായിട്ടാണ് ഇത് വെച്ചത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ ഇത് പടർന്ന് കയറി അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഞങ്ങൾ വാങ്ങിച്ചോന്നല്ല കേട്ടോ. ഇത് പണ്ട് ഊട്ടിയിൽ പോയ സമയത്ത് ബ്രദർ ഒരു ഹോട്ടലിൽ കണ്ട്, ഒരു റിസോർട്ടിൽ കണ്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു കഷ്ണം, ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും വലിപ്പമുള്ളൊരു കഷ്ണം കൊണ്ടുവന്നതിന് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ ഒരു ചകിരിനാരിൽ നന്നായിട്ട് കെട്ടി വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു. അപ്പോൾ അത് കുറച്ചൊന്ന് നീളം വെച്ചു. ഏകദേശം ഈ ഒരു വലിപ്പമായി വന്നപ്പോൾ അതിനെടുത്തിട്ട് നന്നായിട്ട് കൊക്കോപീറ്റും ചാണകപ്പൊടിയും കുറച്ച് മണ്ണിൻ്റെ ആവശ്യമില്ല, ഒരല്പം മണ്ണിട്ടെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പോട്ടിൽ നട്ടതാണെന്ന്. ഇപ്പോൾ ഇത്രയും വളർന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ചെടിയാണ് ഞങ്ങളെ ഗാർഡനിലെ കൂടുതലായിട്ട് മനോഹരമാക്കുന്നത് കേട്ടോ. അത്രയും ഭംഗിയിലാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തലകളൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ട് ഒന്ന് പുതിയ പ്ലാന്റൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് കരുതി വെച്ചിട്ടുണ്ട്. ഈ കണ്ടു വന്നപ്പോഴാണ് നമ്മളെ ഈ ഒരു മുളക് ചെമ്പരത്തി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടോ. ഇത് ഏകദേശം ഒരു 4 ദിവസത്തോളമായി ഈ പൂവ് വിരിഞ്ഞിട്ട്. ഇപ്പോഴും കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പുതിയ ബഡ്സൊക്കെ കുറേ വന്നിട്ടുണ്ട്.